ഹായ്, ജെസ്സിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന വിഷയം എന്തെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെന്തക്കോസ്റ്റൽ ഹിസ്റ്ററി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്ന കലാകാരനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അതായത് സിനിമയിൽ കീബോർഡ് വായിക്കാൻ പോയി, അതുകൊണ്ട് സ്റ്റീഫൻ്റെ ചർച്ചിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് അതിലെ വിഷയം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഓരോ വ്യക്തികൾക്കും കലാപരമായ കഴിവുകളുള്ളവർ അവരുടെ പരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവർക്ക് കിട്ടുന്ന വേദിയും അവരുടെ ഉപജീവനത്തിനുള്ളൊരു വഴി എന്നുള്ള നിലയ്ക്കാണ് അവർ അവരുടെ കലാജീവിതം ഉപയോഗിക്കുന്നത്. അപ്പോൾ ചർച്ചുകളിൽ ഏകദേശം എല്ലാ ചർച്ചുകളിലും കലാകാരുണ്ട്. നമ്മൾ ചർച്ചിൽ മാത്രം ഒതുങ്ങി നിന്ന്, ഇപ്പോൾ കീബോർഡ് വായിക്കുന്നവരായിക്കോട്ടെ, പാട്ട് പാടുന്നവരായിക്കോട്ടെ, ചർച്ചിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്ന് സഭയിലുള്ളവർ വാശി പിടിക്കുമ്പോൾ ഇവർക്ക് മാസം ഒരു തുക കൊടുക്കാനുള്ളൊരു കഴിവും കൂടെ സഭയിലുള്ളവർക്കുണ്ടായിരിക്കണം. അതില്ലാത്തിടത്തോളം അവർക്ക് ഉപജീവനത്തിന് വേണ്ടിയിട്ട് പോയി വായിക്കുക, പാടുകയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. കാരണം ചില ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം എല്ലാ പ്രോഗ്രാമിനും പാടാൻ പോകുന്നവരെ ചില കൺവെൻഷനുകളിലും മറ്റ് പ്രോഗ്രാമുകളിലും പങ്കെടുപ്പിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേറെ പ്രോഗ്രാമിന് പങ്കെടുക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചർച്ചിലുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് പോകാതെ നിൽക്കുന്നവരുമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അവർക്ക് അവനവന് ചെയ്യാൻ കഴിവുള്ള ജോലി ചെയ്ത് ജീവിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒക്കെ വാശി പിടിക്കുന്നവരെക്കാളും ഈ പ്രോഗ്രാമിന് പോകുന്ന പിള്ളേർ അവർ നല്ല ആത്മീയവും അവർക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ആരോടെങ്കിലുമൊക്കെ സുവിശേഷം പറയാനൊരു അവസരവും കൂടെ ആയിട്ടാണ് അവരിതിനെ കാണുന്നത്. എത്രയോ ഇങ്ങനെയുള്ള പിള്ളേർ മറ്റുള്ളവരോട് വിശ്വാസിച്ചെന്ന് ഒരു സിനിമയായിട്ട് ബന്ധമുള്ളതോ മറ്റ് കലാഫീൽഡിലുള്ളവരോടോ ഒരു സുവിശേഷം പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. അതേപക്ഷം ഇങ്ങനെ കലാപരമായിട്ട് കഴിവുള്ളവർ മറ്റ് പ്രോഗ്രാമിന് പോകുമ്പം ഒരു അക്രൈസ്തവരായിട്ടുള്ള ആരോടെങ്കിലും ഒരു സുവിശേഷം അവർക്ക് പറയാൻ കഴിയുന്നുണ്ട്, ഒരാളെ നേടാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ അവർക്കറിയുന്ന ഒരു തൊഴിൽ അവർ ചെയ്ത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ചെയ്ത് ജീവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ അമ്പലത്തിൽ പോയി വായിക്കുന്നവരെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ പാടുന്നവരെന്നല്ല, പുറത്ത് പ്രോഗ്രാമിന് പോകുന്നവരെയും കുറ്റപ്പെടുത്തുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എൻ്റെ മക്കൾ പാട്ടുകാരാണ്. എൻ്റെ മോളാണെങ്കിൽ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയാണ്. അപ്പം ഞാൻ എൻ്റെ മോളോട് പറയണം, നീ മറ്റു പ്രോഗ്രാമിനൊന്നും പോകണ്ട, നീ വീട്ടിൽ തന്നെ ഇരുന്നെന്ന് പറഞ്ഞാൽ അവളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. അവളുടെ മൊത്തം ചിലവുകൾ നോക്കാനുള്ളൊരു സാമ്പത്തികം എനിക്കുണ്ടായിരിക്കണം. അതില്ലാത്തിടത്തോളം അവളോട് നീ പ്രോഗ്രാമിന് പോകുന്നില്ല, ആത്മീയ ജീവിതം വിട്ടുകളയരുത്, ദൈവത്തെ മുറുകെ പിടിച്ചോണം എന്ന് പറഞ്ഞു കൊടുക്കാൻ അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കഴിയും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയും. ഇങ്ങനെ അവർ പോകുന്നതുകൊണ്ടാണ് അവർക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. അവരുടെ പ്രോഗ്രാമിൽ നിന്ന് അവർക്ക് ദശാംശം കൊടുക്കാനും അവർക്ക് സഭയിൽ മറ്റാവശ്യങ്ങൾ വന്നാൽ ചിലവാക്കാനും എല്ലാവർക്കും ഈ ഒരു വഴിയുള്ളൂ. അപ്പോൾ അത് അവർ മടക്കി വെച്ച് വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ ആര് നോക്കും? അപ്പോൾ പറയാം, ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരൊരു ജോലിക്കും പോകാതെ വെറുതെ ഇരുന്നാൽ എങ്ങനെയാണ്? അപ്പോൾ ദൈവം അവർക്ക് ഒരു കൃപ കൊടുത്തിരിക്കുന്നത് അവർക്കറിയുന്ന ജോലി ചെയ്ത് ജീവിക്കാനാണ്. ഇങ്ങനെ പോകുന്ന പിള്ളേർ ആത്മീയമായിട്ട് അവർ നല്ല ദൈവഭയവും ആത്മീയമായിട്ട് ഉയർച്ച ഉള്ളവരാണ്. അത് എനിക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് പിള്ളേരുടെ കൂടെ പോയി കണ്ടും കേട്ടും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതുകൊണ്ടാണ്. ഇപ്പം അറിഞ്ഞവനെ അടിക്കും, അറിഞ്ഞവൻ അടി കൂടുതലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ പിള്ളേരൊക്കെ പിന്നെ അവർക്ക് ഉപജീവനത്തിന് എന്ത് വഴി കണ്ടെത്തും? ഓരോരുത്തർക്കും അറിയുന്ന തൊഴിലല്ലേ അവർക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാ സഭകളിലും കലാകാരുണ്ട്. കലാകാരായ പിള്ളേർ മറ്റു പ്രോഗ്രാമിന് പോകുന്നെന്ന് പറഞ്ഞാൽ അവരെ സഭകളിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ സഭകളിൽ
കലാകാരായിട്ടുള്ളവർ വേണ്ടേ? എല്ലാവരും അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് പ്രോഗ്രാമിന് പോകുന്നവരൊക്കെ തന്നെയാണ്. എല്ലാവരെയും കൂടെ അങ്ങോട്ട് സഭ പുറത്താക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും? നമുക്ക് അവരെ ഉപദേശിക്കാം, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളുടെ ഉപജീവനത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് നിങ്ങൾ ആത്മീയ ജീവിതം നിങ്ങൾ വിട്ടുകളയരുത്, ദൈവത്തെ എപ്പോഴും മുറുകെ പിടിച്ചോണം. വേറെ എന്തെങ്കിലും ഒരു വഴി ദൈവം തുറന്ന് തന്നാൽ നിങ്ങൾ ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് മുമ്പോട്ട് പോകും എന്നൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സാമ്പത്തികമായിട്ട് ഒരു വഴിയില്ലാതിരിക്കുന്ന പിള്ളേർ അവർ ഉപജീവനത്തിന് പോകുമ്പോൾ അവരെ പോകണ്ടെന്ന് പറഞ്ഞിരുന്നാൽ അവരുടെ കാര്യങ്ങൾ ആര് നോക്കും? അപ്പോൾ അതും കൂടെ ചിന്തിക്കണ്ടേ? എനിക്കത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഞാനും ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മക്കൾക്ക് ദൈവം എന്തെങ്കിലും ഒരു വഴി വേറെ തുറന്നു കൊടുക്കുമ്പോൾ അവർ അങ്ങനെ ജീവിക്കട്ടെ. അല്ലാതെ അവർ പോകുന്ന സഭയിൽ നിന്ന് അവരെ ഇതുവരെ അങ്ങനെ ഒന്നും അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. വിശ്വാസികളായാലും എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നല്ല പ്രോത്സാഹനവും തന്നെയാണ്. അത് തുറന്നു പറയുന്നത് കൊണ്ട് എനിക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് എപ്പോഴും പാടാൻ പോയാലും ഏത് പ്രോഗ്രാമിന് പോയാലും അവർ പോകുന്ന സഭയായിട്ട് അവർക്കൊരു അഭേദ്യ ബന്ധം വെച്ച് പുലർത്താനായിട്ട് കഴിയുന്നുണ്ട്. അവരെ ആരും തടസ്സപ്പെടുത്തുന്നില്ല. തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിന് എന്താണ് കുഴപ്പം? അവർ ഇപ്പോൾ സ്റ്റീഫൻ ആയാലും പോയി അഭിനയിക്കുകയല്ല, അതും ഒരു തൊഴിലാണ്. ഞാൻ പറയുന്നത് പാട്ടിനൊത്ത് വായിക്കുന്നു, അയാളുടെ കാര്യം നോക്കി ജീവിക്കുന്നു. ഈ പിള്ളേരും എല്ലാവരും ഇത് തന്നെയാണ്, പാടാനൊക്കെ പോകുന്നതല്ല. അപ്പോൾ ഈ പുതിയ യുഗത്തിലാണ് ജീവിക്കുന്നെങ്കിൽ കുറച്ച് പുരോഗമനപരമായിട്ടും കൂടി ചിന്തിക്കണം. അവരുടെ ഉപജീവനമാണ്, അവരങ്ങനെ ഉപജീവനം ചെയ്ത് ജീവിക്കട്ടെ. അവർക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് അറിയുന്ന തൊഴിൽ ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിച്ചുകൂടെ? എന്തോരം കമൻസാണ് അതിൻ്റെ അടിയിൽ വന്നെഴുതുന്ന. അങ്ങനെയൊക്കെ ദൈവം എല്ലാവരെയും അടിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇത്തരം കമൻസുകൾ മുഖേന ആൾക്കാർ ആത്മീയ ജീവിതത്തിലോട്ട് വരുന്നവരെ കൂടെ നിങ്ങൾ പിന്തിരിപ്പിക്കുകയാണ്. ദൈവം അങ്ങനെ ആരെയും അടിക്കാനായിട്ടിരിക്കുകയല്ല, അതല്ല ദൈവത്തിൻ്റെ ജോലി. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും അറിയാം. ഇവരൊക്കെ ഇങ്ങനെ പോയി പാടുന്നു എടുക്കുന്നു, അതെല്ലാം കർത്താവ് അറിയാതെ അല്ലല്ലോ. അവരുടെ ഉപജീവനം അവർ ചെയ്ത് ജീവിക്കുന്നതല്ലേ. ദൈവം തമ്പുരാനെന്ന് മഹാമനസ്സലിയും കരുണയുള്ള ദൈവമല്ലേ. അപ്പോൾ അവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇവർക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ടുള്ള ഏറ്റവും നല്ല ഗുണമെന്ന് പറഞ്ഞാൽ ഒരാളെ കൂടെ നേടാനായിട്ട് അവിടെ എന്തിട്ട് എൻ്റെ മകൾ പറയാറുണ്ട് കേട്ടോ. അനേകരോട് അവൾ ഇങ്ങനെ പോകുമ്പോൾ അവൾ ദൈവവചനം പറയും. ഒരുപാട് ആൾക്കാർ അവളോട് ഇന്ന വിഷയമുണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ വേണം. അവർ യേശുവിനെക്കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചെന്ന് അതിനൊരു ഗട്ട്സ് വേണം. അപ്പോൾ ദൈവത്തോട് അവർ അത്രയും അടുത്ത ബന്ധം പുലർത്തുന്നത് കൊണ്ടാണ് അവർക്ക് അതിന് കഴിയുന്നത്. ഇതൊക്കെ ഒന്ന് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? എല്ലാ കലാകാരെയും കൂടെ പുറത്ത് പ്രോഗ്രാമിന് പോകുന്നെന്ന് പറഞ്ഞ് സഭയിൽ നിന്ന് പുറത്താക്കാനാണ്. അതിനോടൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ ദൈവം അവർക്ക് വേറെ വഴി തുറന്ന് കൊടുക്കട്ടെ. കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നവർ അറിയുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കണ്ടേ? അപ്പം എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ഓരോ സഭകൾക്കും ഓരോ ചട്ടക്കൂടും നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമാവലി പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സഭയിലുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരോട് മാന്യമായിട്ട് പറഞ്ഞാൽ അവർ വേറെ ഏതെങ്കിലും സഭ നോക്കി അതിൽ പൊയ്ക്കോളൂ. അതേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നല്ല ദൈവഭയമുള്ള മക്കളാണ് കേട്ടോ. അത് നമുക്ക് പലർക്കും അവരെ കുറ്റപ്പെടുത്തുന്നവർക്ക് അറിയാഞ്ഞിട്ടാണ്. ഈ പിള്ളേരൊക്കെ ഏത് കാര്യത്തിനും അവർ പോകാൻ ഇറങ്ങുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഓരോ കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയും പറയുകയും ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്ന പിള്ളേരാണ്. ഇങ്ങനെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാതിരുന്നാൽ മതി. എനിക്കിത് കണ്ടപ്പോൾ നമ്മൾ ഈ പുതിയ യുഗത്തിൽ യേശുവിൻ്റെ ഈ പുതിയ നിയമവിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പഴയ നിയമത്തിലെ ചട്ടക്കൂടുകൾക്കകത്ത് ഒതുങ്ങിപ്പോകരുത്. അതാണ്. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും അറിയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവമേ
കുട്ടികൾക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് അവരിങ്ങനെ പോകുന്നത്. അപ്പോൾ അവരെ നമ്മൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് അവരെ മനസ്സ് വല്ലാതെ വിഷമിപ്പിക്കുമ്പോൾ അവർക്ക് അവരെ ഉപജീവനം ചെയ്ത് ജീവിക്കുന്നതിന് നമ്മൾ അവരെ തടസ്സപ്പെടുത്തി എന്താ പറയുക, അവരെ വിഷമിപ്പിക്കുകയാണ് ചെയ്യണം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വല്ലാത്തൊരു വിഷമവൃത്തത്തിലായിപ്പോവും. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നല്ല നല്ല വഴികൾ കാട്ടി കൊടുക്കട്ടെ. അപ്പോൾ അവർ മനം തിരിഞ്ഞ് വരും. അല്ലാതെ അവർക്ക് അറിയുന്ന തൊഴിലിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചാൽ പറയുന്ന എല്ലാവർക്കും അവർക്ക് ചിലവിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, ചെയ്തു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.